നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. ബംഗളൂരു രാമേശ്വരം കഫേയിലെ സ്ഫോടനവുമായി ബന്ധപ്പെട്ട് പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ CCTV ദൃശ്യം പുറത്തെത്തി. തൊപ്പി ധരിച്ച കണ്ണട വെച്ച ആളുടെ ദൃശ്യമാണ് പുറത്തു വന്നത്. ദൃശ്യങ്ങളിൽ ഉള്ളയാൾക്ക് 30 വയസ്സോളം പ്രായം തോന്നിക്കും. ഇയാൾ സ്ഫോടനം നടന്ന ഹോട്ടലിന് സമീപത്തെ ബസ് സ്റ്റോപ്പിൽ നിന്ന് ബസ് ഇറങ്ങി നടന്നു വരുന്ന ദൃശ്യവും ലഭിച്ചു. ഈ ദൃശ്യത്തിന്റെ അടിസ്ഥാനത്തിൽ നഗരമെമ്പാടും അന്വേഷണം ശക്തമാക്കിയിരിക്കുകയാണ് പോലീസ്. ഇന്നലെ തന്നെ പ്രതിയെന്ന് സംശയിക്കുന്ന ആളുടെ ദൃശ്യങ്ങൾ ലഭിച്ചുവെന്ന് കർണാടക ഉപമന്ത്രി DK ശിവകുമാർ പറഞ്ഞിരുന്നു. തൊപ്പി വെച്ച് മുഖം മറയ്ക്കാൻ ശ്രമിച്ചതുകൊണ്ട് ഇയാൾ കടയിലേക്ക് കയറിപ്പോയത്. ശേഷം ബില്ലിംഗ് കൗണ്ടറിൽ നിന്ന് ഭക്ഷണത്തിന്റെ ബില്ല് വാങ്ങിയ ശേഷം കൂപ്പണുമായി ഭക്ഷണം കഴിക്കുന്ന കൗണ്ടറിലേക്ക് പോകുന്ന ഇയാൾ ഭക്ഷണം കഴിക്കാതെ മേശപ്പുറത്ത് വെച്ച ശേഷം കൈ കഴുകുന്ന ഭാഗത്ത് പോയി ബാഗ് ഉപേക്ഷിച്ച് തിരികെ മടങ്ങി പോവുകയായിരുന്നു. ഇതിനുശേഷം കുറച്ചു കഴിഞ്ഞാണ് ഹോട്ടലിൽ സ്ഫോടനം നടന്നത്. സംഭവത്തിൽ NIA-യും രഹസ്യാന്വേഷണ വിഭാഗവും അന്വേഷണം തുടങ്ങി. അതിനിടെ സ്ഫോടക വസ്തു ടൈമർ ഉപയോഗിച്ച് നിയന്ത്രിച്ചുവെന്നാണ് സംശയം. ടൈമറിന്റെ ചില അവശിഷ്ടങ്ങൾ കഫേയിൽ സ്ഫോടനം നടന്ന സ്ഥലത്ത് നിന്ന് കണ്ടെത്തിയിട്ടുണ്ട്. പരിക്കേറ്റവരെ 46-കാരിയുടെ കർണപടം തകർന്ന നിലയിലാണ്. അപകടനില തരണം ചെയ്തെങ്കിലും കേൾവിശക്തി നഷ്ടമായേക്കും. തീവ്രവാദ ആക്രമണമാണ് നടന്നതെന്നും കോൺഗ്രസ് സർക്കാർ തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും BJP സംസ്ഥാന അധ്യക്ഷൻ വിജയേന്ദ്ര വിമർശിച്ചു. അതേസമയം സംഭവത്തിൽ രാഷ്ട്രീയ കളിക്കില്ലെന്ന് DK ശിവകുമാർ പറഞ്ഞു. കർണാടകയുടെയും ബംഗളൂരുവിന്റെ പ്രതിച്ഛായ സംരക്ഷിക്കാനാണ് ശ്രമം. 2022 അടക്കം മംഗലാപുരത്തുണ്ടായ കുക്കർ സ്ഫോടനം BJP ഭരണകാലത്തായിരുന്നു. അത്തരം വില കുറഞ്ഞ രാഷ്ട്രീയ ആരോപണങ്ങൾക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ഇന്നുച്ചയ്ക്ക് 1 മണിക്ക് ആഭ്യന്തര വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം മുഖ്യമന്ത്രി സിദ്ധരാമയ്യ വിളിച്ചു. സംഭവത്തിൽ കസ്റ്റഡിയിലുള്ള ആളെ ക്രൈംബ്രാഞ്ച് സംഘം ചോദ്യം ചെയ്യുകയാണ്. 10 പേർക്കാണ് സ്ഫോടനത്തിൽ പരിക്കേറ്റത്. UAPA നിയമപ്രകാരമാണ് കേസെടുത്തിരിക്കുന്നത്. വൈറ്റ് ഫീൽഡിനടുത്തുള്ള ബ്രൂ ഫീൽഡിലുള്ള പ്രസിദ്ധമായ രാമേശ്വരം കഫേയിൽ ഇന്നലെ ഉച്ചയ്ക്ക് 12:56 സ്ഫോടനമുണ്ടായത്. നിരവധി ആൾക്കാർ വന്നു പോകുന്ന ഉച്ചഭക്ഷണ നേരത്ത് കൈ കഴുകുന്ന സ്ഥലത്താണ് സ്ഫോടനം നടന്നത്. 2 സ്ത്രീകളടക്കം 3 ഹോട്ടൽ ജീവനക്കാർക്കും ഭക്ഷണം കഴിക്കാൻ എത്തിയവർക്കും സ്ഫോടനത്തിൽ പരിക്കേറ്റു. ഗ്യാസ് സിലിണ്ടർ പൊട്ടിത്തെറിച്ചാണ് അപകടമെന്നായിരുന്നു പോലീസിന്റെ പ്രാഥമിക നിഗമനം. എന്നാൽ സ്ഫോടനം നടന്ന സ്ഥലത്തു നിന്ന് ആണിയും നട്ടും ബോൾട്ടും കണ്ടെത്തിയതോടെ ഫോറൻസിക് ബോംബ് സ്ക്വാഡുകൾ എത്തി സ്ഥലത്തെ വിശദ പരിശോധന നടത്തി. ഹോട്ടലിലെ CCTV പരിശോധിച്ചപ്പോൾ ഏതാണ്ട് 11:45 അജ്ഞാതനായ ഒരാൾ ഹോട്ടലിൽ വന്ന് ഒരു ബാഗ് കൊണ്ടുവന്ന് ഉപേക്ഷിച്ചു പോയ ദൃശ്യം ലഭിച്ചു. ഇതിന് ഏതാണ്ട് 1 മണിക്കൂർ കഴിഞ്ഞപ്പോഴാണ് സ്ഫോടനം ഉണ്ടാകുന്നത്. സ്ഫോടനത്തിന്റെ പശ്ചാത്തലത്തിൽ ദില്ലിയിലും ജാഗ്രതയിലാണ് സുരക്ഷാ ഏജൻസികൾ. പരിശോധനകൾ വർദ്ധിപ്പിച്ചതായി ദില്ലി പോലീസ് അറിയിച്ചു. തിരക്കുള്ള സ്ഥലങ്ങളിലടക്കം ജാഗ്രതാ നിർദ്ദേശം പുറപ്പെടുവിച്ചു. ഉത്സവാഘോഷങ്ങൾ വരാനിരിക്കെ സുരക്ഷ കർശനമാക്കാൻ സുരക്ഷാ ഏജൻസികൾക്ക് നിർദ്ദേശം ലഭിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, മലയാളി വാർത്ത.